ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, മോളുടെ സ്കൂളിൽ പ്രോഗ്രാമിന് പോയിരുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിരുന്നു ഇനി മോന് പ്രോഗ്രാമും ഒക്കെ വരുന്നുണ്ട്, ഉള്ള അതേപോലെ തന്നെ പ്രോഗ്രാംസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഇന്ന് സ്പെഷ്യൽ ഡേയും കൂടിയാണ് കേട്ടോ. അതായത് ഇന്ന് എൻ്റെ രണ്ട് മക്കളുടെയും ബർത്ത്ഡേ ആണെന്ന്. രണ്ടാളും എന്താ പറയുക, നന്നായി അടിച്ചു പൊളിച്ച് ഒരുങ്ങി റെഡി ആയിട്ടൊക്കെ പോയിട്ടുള്ള ചോക്ലേറ്റ്സൊക്കെ ആയിട്ട്. അധികം എന്താ പറയുക, അങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും അത്ര അലൗഡല്ല സ്കൂളിൽ, എന്നാൽ പോലും നമ്മൾ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്ത് അയച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഹാപ്പിനെസ്സോടെ കൂടിയാണ് ഇന്ന് രണ്ടാളും ഭയങ്കര ഉഷാറിലാണ് പോയിട്ടുള്ളത്. ഇടയ്ക്കുണ്ടാവുന്ന മടിയൊന്നും ഉണ്ടായിരുന്നില്ല, ഭയങ്കര ഉഷാറായിരുന്നു എണീക്കാനൊക്കെ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു സ്പെഷ്യൽ ഒരു ഹാപ്പിനെസ്സും കൂടി ഇന്ന് എനിക്കുണ്ട് കേട്ടോ, അവരുടെ ബർത്ത്ഡേ. അപ്പം ഇന്ന് സ്കൂളിൽ പോയി അവരുടെ പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ കണ്ട് എന്നിട്ട് വന്നിട്ട് വേണം നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടിയിട്ട്. ബർത്ത്ഡേ വലിയ രീതിയിലുള്ള സെലിബ്രേഷൻസ് ഒന്നുമില്ല. എന്തായാലും അത് ഞാൻ എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കാം. ബർത്ത്ഡേ വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ഇടുന്നുണ്ട്, അപ്പോൾ അതിൽ കാണാം. ഇപ്പം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ, സ്കിപ്പ് ചെയ്യാതെ കാണാൻ. നല്ലത് ഞാൻ റെഡി ആയിട്ടൊന്നുമില്ല കേട്ടോ. ഇനിയിപ്പോൾ എന്താ പറയുക, 2 മണിക്കാണ് പ്രോഗ്രാം തുടങ്ങുന്നത്, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 12:30 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു 1:45 സ്കൂളിൽ എത്തണം. അപ്പോൾ അതിന് വേണ്ടി പെട്ടെന്ന് നമുക്ക് റെഡി ആവാൻ വേണ്ടിയിട്ടുണ്ട്. മോനെ, ചെറിയ ആളെ റെഡിയാക്കണം. പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇനി എത്ര വേഗം പോട്ടെ, ടൈം ഇങ്ങനെ കുറച്ച് ഇനിയൊരു അരമണിക്കൂറുള്ള, അപ്പം അതിൻ്റെ ഉള്ളിലായിട്ട് എത്തണം നമുക്ക്. ഇനി ബാക്കിയൊക്കെ അവിടെ പോയിട്ട് കാണാം. അങ്ങനെ നമ്മൾ സ്കൂളിലോട്ട് എത്തിയിട്ട്, സ്കൂളിലെത്തിയതിന് ശേഷം നേരെ നമ്മൾ പ്രോഗ്രാം നടക്കുന്ന ഹാളിലോട്ടാണ് കേട്ടോ പോയത്. അവിടെ നിൽക്കുന്ന കുട്ടികളൊക്കെ എൻ്റെ മോൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. ഡാൻസ് പ്രോഗ്രാമിനുള്ള കുട്ടികളൊക്കെ ഒരുങ്ങി റെഡിയായി സ്റ്റേജിൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഹാളിൽ സീറ്റൊക്കെ പിടിച്ചിരുന്നപ്പോൾ തന്നെ പ്രോഗ്രാംസൊക്കെ സ്റ്റാർട്ടായിരുന്നു കേട്ടോ. എൻ്റെ മോന് ഗ്രേഡ് 3ലാണ് കേട്ടോ പഠിക്കുന്നത്. ഗ്രേഡ് 3യുടെ പ്രോഗ്രാംസാണ് കേട്ടോ അത് നടക്കുന്നത്. സിനിമാറ്റിക് ഡാൻസ്, വട്ടപ്പാട്ട്, ഒപ്പന, അങ്ങനെയുള്ള പ്രോഗ്രാംസാണ് കേട്ടോ. എൻ്റെ മോന് സിനിമാറ്റിക് ഡാൻസ് ആണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ എൻ്റെ മോൻ്റെ പ്രോഗ്രാം. റൈറ്റ് സൈഡിൽ നിന്ന് രണ്ടാമത് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ മോൻ. അവരുടെ ഡാൻസിൻ്റെ പാട്ടാണ് ഉള്ളുള്ളേരി എന്നുള്ള സോങ്ങാണ് കേട്ടോ അവരെടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാവരുടെ സോങ്ങും അടിച്ചാപ്പൊളി പാട്ടായിരുന്നു. നല്ല അടിച്ച് പൊളിച്ച് കുട്ടികൾ കളിക്കുന്നുണ്ട് കേട്ടോ. ഡാൻസ് പ്രോഗ്രാം കഴിഞ്ഞ ശേഷം പിന്നെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു കേട്ടോ. അതിനുവേണ്ടി ഓരോ കുട്ടികളും പാരൻസൊക്കെ സ്റ്റേജിൽ കയറി പ്രൈസൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു. ഞാനും മോനും കയറി പ്രൈസൊക്കെ വാങ്ങിച്ചിരുന്നു, പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മുടെ ഇത് HOD ആണ് കേട്ടോ. HOD കുട്ടികളുടെ പഠനകാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫെജി ബേബി ഭയങ്കര കരച്ചിലും വാശിയൊക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നിന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ HODയുടെ സ്പീച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പ്രോഗ്രസ് കാർഡ് സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലാസ്സിലോട്ട് പോയിട്ടോ. അങ്ങനെ ഫ്രണ്ട്സ്, നമ്മൾ സ്കൂളിലൊക്കെ പോയി തിരിച്ചെത്തിയെന്ന് വെച്ചാൽ ഭയങ്കര ടയർഡാണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്കും അടിപൊളി പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. കുട്ടികളുടെ മോന് കളിച്ച ഡാൻസ് ആണെങ്കിലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. ടീച്ചേഴ്സും കുട്ടികളും ഒരേപോലെ എഫേർട്ട് എടുത്തിട്ടുണ്ട് അതിൻ്റെ ആ ഒരു അത്രയും സ്റ്റേജിലൊന്ന് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ടായിരുന്നു പ്രോഗ്രാംസൊക്കെ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറച്ചാണെങ്കിലും ഞാൻ അതിലിട്ടിട്ടുണ്ട്. എനിക്ക് എൻ്റെ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോകണം. ബർത്ത്ഡേ സെലിബ്രേഷൻ ചെറുതാണെങ്കിൽ പോലും അത് ഞാൻ അങ്ങോട്ട് പോകാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളും കൂടെ വാങ്ങിക്കാനുണ്ട്. അതൊക്കെ വാങ്ങിച്ച് വേണം എനിക്ക് വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് അല്ലേ. ഇത് കിട്ടിയില്ലേ, ട്രോഫി കിട്ടിയില്ലേ? ട്രോഫിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ട്രോഫിയൊക്കെ കിട്ടിയത് കാണിച്ചു തരുന്നുണ്ട് അല്ലേ. അത് നേരത്തെ മോൾക്ക് കിട്ടിയതുകൊണ്ട്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.